ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോണ്ട ആക്റ്റീവയുടെ എഞ്ചിനാണത്. നിലവിൽ നമുക്കതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ മില്ലിങ് പോയിട്ട് നമ്മളത് എഞ്ചിൻ വർക്കായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അഴിക്കുമ്പോൾ സിലിണ്ടർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് എഞ്ചിൻ വർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വർഷത്തെ വാറണ്ടി, 1 ഇയർ വാറണ്ടിയാണ്. ഒരു വർഷം വാറണ്ടി, ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് വാറണ്ടി കാലാവധി. അപ്പോൾ അതിനകത്ത് നമ്മൾ എഞ്ചിൻ സെറ്റിങ്ങിന് വേണ്ടി എടുത്തപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് വരുമ്പോൾ ഫുൾ അസംബ്ലി ആയിട്ട് നമുക്ക് മാറ്റാം. 4116 ക്രാങ്കിന് വരുന്നുണ്ട്. സിലിണ്ടർ കിറ്റിന് 3513 വരുന്നുണ്ട്. ഈ രണ്ടായിട്ടാണ് നമുക്ക് അത്യാവശ്യം റേറ്റ് വന്ന ഐറ്റംസ്. പിന്നെ ഹെഡൊക്കെ നമ്മൾ ലേത്തി കൊടുത്തിട്ട് സീറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വാൽവ് സീലൊക്കെ മാറ്റി. ക്ലച്ചിനകത്ത് തന്നെ വേരിയേറ്റർ ബോഡി കംപ്ലയിൻ്റ് ഉണ്ട്. വേരിയേറ്റർ ബോഡിയും പോസ്റ്ററും നമുക്ക് മാറ്റാനുണ്ട്. പിന്നെ ഗ്യാസ്കറ്റ് ഐറ്റംസും മാറ്റിയിടാനുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽട്ടർ, പ്ലഗ്, ഓയിൽ സീലുകൾ, ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് അടക്കം, ബെയറിംഗ്, ഗ്യാസ്കറ്റ്, ബ്രീത്തർ പൈപ്പൊക്കെ അടക്കം ആ ഭാഗം കൂടി ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്കും കൂടി കൂട്ടത്തിൽ കൂടെ കംപ്ലീറ്റ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇതാണ് മാറ്റുന്ന പാർട്സുകൾ, ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു രൂപമാണത്. അപ്പോൾ നമുക്കതിനകത്ത് ഒരു വർഷത്തെ വാറണ്ടി നമ്മൾ 3 പെയ്ഡ് സർവീസ് അതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റിലത്തെ ഒരു മാസം കഴിയുമ്പോൾ ഫിൽട്ടർ ക്ലീനിങ്ങും വരും. അപ്പോൾ അത് വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം, അത് ഏത് രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആഫ്റ്റർ സർവീസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ. അത് ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുക. കാരണം കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യണം. അതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു, അപ്പോൾ കറക്റ്റായിട്ട് വണ്ടി കൃത്യമായിട്ട് സർവീസ് കാര്യങ്ങൾ ചെയ്തിട്ടും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അതിനാണ് നമ്മൾ വാറണ്ടി ഉപയോഗിക്കുക കേട്ടോ. ഓയിൽ ചേഞ്ച് ഓരോ 3000 ചെയ്യണം. ആദ്യത്തെ നമ്മളൊരു 1000 കിലോമീറ്ററിനുള്ളിൽ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞാൽ ഓരോ 3000 എഞ്ചിൻ ഓയിലും നിർബന്ധമായിട്ടും മാറ്റിയിട്ടുണ്ടാവണം. അത് കമ്പനി ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു ടേംസ് ആയിട്ട് വന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, വീഡിയോ ആക്കി തരാം. അപ്പോൾ അത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതായാലും സേവ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമ്മൾ എന്ത് വർക്കുകളാണ് ചെയ്തേക്കണേ, ഏത് പാർട്സുകളൊക്കെയാണ് മാറ്റിയേക്കണേ എന്നുള്ളത് പിന്നീടായാലും നിങ്ങൾക്ക് അറിയാനായിട്ട് ആ വീഡിയോ കണ്ടാൽ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വീഡിയോ സേവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഓൾറെഡി കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.